ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി പറക്കി വിൽക്കാനല്ല, ഇതാണ് എൻ്റെ കറണ്ട് ഷൂ റൊട്ടേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഷൂ റൊട്ടേഷനാണ്. കിപ്രൻ്റെ ജോഗ് ഫ്ലോ 190.1 യൂസ് ചെയ്യുന്ന ഈസി റൺസിനാണ്. 10 കിലോമീറ്ററിന് താഴെയുള്ള എല്ലാ ഈസി റൺസും ഞാൻ ഇതിലാണ് ഓടുന്നത്. 10 കിലോമീറ്റർ പ്ലസ് ചിലപ്പോൾ പോകാറുണ്ട്, കൂടുതലും ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. പ്യൂമ മാഗ്നിഫൈ നൈട്രോ എൻ്റെ ആദ്യത്തെ റണ്ണിങ് ഷൂ. എൻ്റെ ഈസി റൺസിന് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. 10 കിലോമീറ്റർ പ്ലസ് വരുന്ന ഈസി റൺസ്, കൂടുതലും ട്രാക്കിലാണ് ഓടുന്നത്. അതിന് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. 1000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരു ഷൂ ആണ്. A6 Nova Blast 5 എൻ്റെ ലേറ്റസ്റ്റ് ഷൂ ആണ്. ഞാനിപ്പോൾ റേസിന് യൂസ് ചെയ്യുന്ന ഷൂ ആണ്. എൻ്റെ സ്പീഡ് വർക്കിന് യൂസ് ചെയ്യുന്ന ഷൂ ആണ്. അത്യാവശ്യം ടെമ്പോ സെഷൻസിനെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ഷൂ ആണ്. ഇതിന് മുന്നേ ഉള്ള എല്ലാ റേസും ഞാൻ ഓടിക്കൊണ്ടിരുന്ന അടുത്ത ഷൂവിലാണ്. പക്ഷേ ഈ ഷൂ ആണ് ഇപ്പോൾ ഞാൻ കറൻ്റ് അങ്ങനത്തെ റേസ് പർപ്പസിനെല്ലാം യൂസ് ചെയ്യുന്നത്. പ്യൂമ ഡീവിയേറ്റ് നൈട്രോ 3 നോണലൈറ്റ് ആണ്. സോ എൻ്റെ ആദ്യത്തെ റേസസ് എല്ലാം ഞാൻ ഇതിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാർബൺ പ്ലേറ്റ് വരുന്ന ഒരേ ഒരു ഷൂ എൻ്റെ ഉള്ളത് ഇതാണ്. എൻ്റെ ഉള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂവും ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ റേസസിന് ഇതിന് യൂസ് ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് ഇളകി തുടങ്ങി. സോ റേസിൻ്റെ ഇടയ്ക്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റില്ല. പക്ഷേ എന്നാലും എൻ്റെ ടെമ്പോ സെഷൻസും സ്പീഡ് സെഷൻസും ഞാൻ A6 Nova Blast 5ൻ്റെ കൂടെ ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഷൂ ആണ് ഇത്. ഷൂ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് 4 പേറിൻ്റെ ആവശ്യമൊന്നുമില്ല, 2 പേറിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 പേർ വേറൊന്നിനൊന്നുമല്ല, ഈ ഒരു പെയറിൻ്റെ ഫോം റീസെറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെയർ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയാണ് 2 പേർ പറയുന്നത്. ഒരു പെയർ ഈസി റണ്ണിനും ഒരു പെയർ റേസിനും സ്ട്രീറ്റ് സെഷൻസിനും യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാം. ഇതിൻ്റെ ഒരു ലോങ് ഫോം വീഡിയോ ഞാൻ യൂട്യൂബിന് വേണ്ടി ചെയ്തായിരുന്നു. അപ്പോഴാണ് ഒരു ഷോർട്സും കൂടെ ചെയ്യാമെന്നൊരു ഐഡിയ വന്നത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.